മിസ്സസ് മാർട്ടിൻ ഇത്രയും പെട്ടെന്ന് നോർമൽ ആവുമെന്ന് ഞാൻ കരുതിയില്ല. എനിവേ എനിക്ക് അവരുമായിട്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട്. ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയത്തക്ക വിധം അവരിപ്പോ ഇംപ്രൂവ് ആയിട്ടുണ്ട്. കേസിന്റെ കാര്യത്തിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ മിസ്റ്റർ വിഷ്ണു ഇപ്പൊ അവരെ കാണണ്ട. അതെന്താ? ഉറക്കം കുറവായതുകൊണ്ട് അവർക്ക് സ്ലീപ്പിംഗ് ഡോസ് കൊടുത്തിരിക്കുക. നാളെ വരൂ. ആ താൻ അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തട്ടിക്കൊണ്ടുപോകാൻ താൻ അവരെ സഹായിച്ചു എന്ന് ഞാൻ പറയും. ഈ അവരാരാണ് സാർ? ഐ എം നോട്ട് ഗെറ്റിംഗ് യു. ഓക്കെ ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു. മിസസ് മാർട്ടിൻ നോർമലായാൽ രവിക്കെതിരെ മൊഴി കൊടുക്കും. അത് ഒഴിവാക്കേണ്ടതിപ്പോ തന്റെയും ആവശ്യമാണല്ലോ. വാട്ട് യു മീൻ സർ? അയാളുടെ പെങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ താൻ? എന്താ ഞെട്ടിപ്പോയാ താൻ? ചതിക്കുഴികൾ ഒരുക്കാൻ സാറും എടുക്കാനാണെന്നറിയാം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കാത്ത പലരെയും മുട്ടുകുത്തിച്ച ചരിത്രമുണ്ട്. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല സർ. മിസ്റ്റർ വിഷ്ണു, യു ആർ നോട്ട് എലിജിബിൾ ടു കണ്ടിന്യൂ ഇൻ സർവീസ്, സോ യു ആർ സസ്പെൻഡ്. എന്നെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ കറപ്റ്റഡ് എന്നോ ഇനെഫിഷ്യന്റ് എന്നോ എഴുതാനുള്ള സാറിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന കിഴിയുടെ ഖനം പോലെയാണെന്നറിയാം. കള്ളക്കടത്തുകാരുടെയും പെൺവാണിഭക്കാരുടെയും ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ കച്ചവടത്തിനനുസരിച്ച് വീതം പറഞ്ഞുറപ്പിക്കുകയും ബിസിനസ് പരമാവധി വളർത്താൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന നിങ്ങൾ, സംരക്ഷിക്കാനും സംഹരിക്കാനും അധികാരമുള്ള നിങ്ങൾ, എന്നെ പോലുള്ള കീഴുദ്യോഗസ്ഥന്മാരെ നിങ്ങളുടെ പിണിയാളുകളുടെ സ്പിരിറ്റ് ലോറിക്ക് പൈലറ്റായിട്ട് അയക്കുകയോ സ്വന്തം കാമുകിമാർ നടത്തുന്ന നക്ഷത്ര വേശ്യാലയങ്ങൾക്ക് കാവൽക്കാരായിട്ട് നിർത്തുകയോ ചെയ്താൽ അതിൽ അത്ഭുതമില്ല സർ. ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന നിങ്ങളെപ്പോലുള്ള സീനിയർ ഓഫീസേഴ്സിനെ സെല്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഗതികേടോർത്ത് ഞാൻ ലജ്ജിക്കുന്നു. കയ്യൊങ്ങുന്നോടാ, അടിച്ച് നിന്റെ 32 കൊല്ലം പോലീസാക്കിയിട്ട് കൊടുക്കും. ചേണ്ടി ഷായോട് ഒത്തുചേർന്ന് കോടികളുടെ വേട്ടയ്ക്ക് ഒരുങ്ങാണ് നീ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനിട്ടിരിക്കുന്ന ഈ കാക്കിക്ക് ആദർശത്തിന്റെയും നീതി നിർവഹണത്തിന്റെയും സത്യസന്ധതയുടെയും ചങ്കൂറ്റത്തിന്റെയും നിറമാണോ? കള്ളപ്പണക്കാരന്റെ മടിശീല കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയ നിന്റെ കാക്കിക്ക് അക്രമത്തിന്റെയും അഴിമതിയുടെയും കൈക്കൂലിയുടെയും ചെളിപുരണ്ട നിറമാണ്. അതിനു മുകളിൽ അശോകസ്തംഭം വെച്ച് ഈ തൊപ്പി ചേരില്ല. ഞാൻ ഇനിയും വരും. അന്ന് നിന്റെ തലയിൽ ഈ തൊപ്പി ഉണ്ടാവില്ല, ഓർത്തോ. എന്താ പ്രശ്നം? നിന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ട്. നീ എന്താ ഈ സമയത്ത്? ഒരുപക്ഷെ നാളെ തന്നെ റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട്. കുറച്ചു ദിവസം രവിയേട്ടൻ ഇവിടെ നിന്ന് മാറി നിൽക്കണം. എന്തിന്? ഞാൻ എന്തിനു മാറി നിൽക്കണം? ബഹുമാനപ്പെട്ട കളക്ടർ, യു ഡു യുവർ ഡ്യൂട്ടി. ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഉത്തരവ് കൊടുത്തത് ഞാൻ തന്നെയാണ്. നിയമത്തിന്റെ മുനകൾ ചൂണ്ടിക്കാട്ടി അവരെന്നെ നിർബന്ധിച്ചപ്പോ എനിക്ക് ആ കടലാസിൽ ഒപ്പിടാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്സെറ്റ് ആകാതെ. ഞാൻ പറഞ്ഞല്ലോ, നീ നിന്റെ കടമയല്ലേ ചെയ്തത്. മിസ്സിസ് മാർട്ടിന് വേണ്ടിയാണ് ഈ റെയ്ഡെങ്കിൽ അവരെവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പോലീസ് ഈ തെരുവിലെത്തുന്നതിന് മുൻപ് എനിക്ക് അവരെ ഹാജരാക്കാൻ കഴിയും. ഇനി നീ ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല. പൊയ്ക്കോളൂ. വിഷ്ണു, നീ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പൊ നീ എന്നെ കാത്തിരിക്കായിരുന്നു? അതെ, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും അല്പം നീ വൈകി. മിസ്സിസ് മാർട്ടിൻ അവിടെ? ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ
നിന്റെ ഈ ചോദ്യവും അന്വേഷണവും ഒക്കെ വളരെ തരം താണുപോയി. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിയമത്തെ വളച്ചൊടിക്കുന്ന ചില മൂന്നാംകട പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും കണ്ട് മാത്രം പരിചയമുള്ള നിനക്ക് എന്നെ പോലെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കി നിർത്താൻ ഒരല്പം ബുദ്ധിമുട്ടേണ്ടി വരും. അഴിമതിയെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അതിനെതിരെ ഘോരം പ്രസംഗിക്കുന്ന രണ്ട് മുഖമുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ. പക്ഷെ കണ്ണിന് പകരം കണ്ണെന്ന് നിന്റെ ഈ തത്വശാസ്ത്രയുടെ അന്ധമാരുടെ ലോകം ഉണ്ടാക്കാനേ സഹായിക്കൂ. പ്രതികാരത്തിന്റെ പേരിൽ നടക്കാനുള്ളതല്ല സാധാരണക്കാരന്റെ ജീവിതം. പോലീസ് അക്കാദമിയിൽ നിന്ന് IPS ബിരുദം നേടിയതുകൊണ്ടോ മുഖം നോക്കാതെ നടപടിയെടുത്തതുകൊണ്ടോ മാത്രമല്ല, ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങളോട് സംവേദനം ചെയ്യാനും പ്രതികരിക്കാനും കഴിയുന്നവനാണ് ശരിയായ പോലീസ് ഓഫീസർ. നിരപരാധികളെ തോക്കും ബോംബും വെച്ച് കൊലപ്പെടുത്തിയവനാണ് നീ. കള്ളക്കടത്തും മയക്കുമരുന്നും ആയുധ കച്ചവടവും അടക്കം മനുഷ്യകുലത്തിന് ഭീഷണിയായ സകലവിധ മാഫികളെയും വളർത്തിയവനാണ് നീ. എന്റെ ജീവനോടും മുമ്പ് നിനക്ക് തന്നു തീർക്കാനായ ഓരോ കണക്കുകളും എന്റെ പകയുടെ പുസ്തകത്തിൽ കുറിച്ചിട്ടിരിക്കുന്നവനാണ് ഞാൻ. നീ പറഞ്ഞതാണ് ശരി. പിടിച്ചടക്കാൻ കഴിയാത്ത എന്തിനോടും നിനക്ക് പകയാണ്, അന്നും ഇന്നും. നീതി തേടി നിയമത്തിന്റെ മുന്നിലെത്തുന്നവൻ വഞ്ചിക്കപ്പെടുകയും വേലി തന്നെ വിളവ് തിന്നുകയും ചെയ്യുന്നതല്ലേ നാളിതുവരെയുള്ള ചരിത്രം. എന്നെ കള്ളക്കേസിൽ അകപ്പെടുത്തി പീഡിപ്പിച്ചാലോ ദീർഘകാലം ജാമ്യം തന്നെ നിഷേധിച്ചാലോ എന്റെ ജീവിത വീക്ഷണത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. സ്വന്തം സുഖവും ലാഭവും അല്ലാതെ മറ്റെന്തെങ്കിലും നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും മുറിവേറ്റിട്ടില്ലാത്ത നിനക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാവില്ല. ശരിയാണ്, ഞാൻ ആഗ്രഹിച്ചതിലധികം നേടി ഈ തെരുവിന്റെ സ്നേഹം. ഞാൻ ഒരുപാട് വേദനിച്ചു ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി. ഓരോരുത്തരെയായി ഈ തെരുവിന് നഷ്ടപ്പെട്ടപ്പോൾ അതിന് കാരണക്കാരനായ ഗുലാബ് ചന്ദ് ഷായോടുള്ള ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത സമരത്തിന്റെ വിത്തുകൾ എന്റെ മനസ്സിൽ വീണ് വളരുകയായിരുന്നു. ഈ തെരുവിനെ സ്വന്തം ആത്മാവിനോട് ചേർത്ത് പിടിച്ച ഞങ്ങളുടെ സലിം ബായിയെ അവൻ കൊല്ലിച്ചു. ഈ തെരുവ് അനാഥമാവാതിരിക്കാൻ ഞാൻ എന്റെ കുടുംബം പോലും ഉപേക്ഷിച്ച് ഇവരോടൊപ്പം ചേർന്നു. എന്നെ കുരുക്കാൻ ഷാ ഒരുക്കിയ ചതിക്കുഴിയാണ് CI മാർട്ടിന്റെ മരണം. എന്നെ ഒതുക്കാൻ കമ്മീഷണർ ഒരുക്കിയ കെണിയിൽ വീണാണ് നിനക്ക് നിന്റെ അധികാരം നഷ്ടമായത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട വിഷ്ണു IPS അവരുടെ മുന്നിൽ ഒരു തടസ്സമേ അല്ല. ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്റെ വാൽമുനയിൽ ചോര പുരണ്ടാൽ, അറിയാതെ എന്റെ കയ്യിൽ നിന്നൊരു തീപ്പൊരി വീണാൽ ആദ്യം ഈ തെരുവ് കത്തും, പിന്നെ ഈ നഗരവും കത്തിയമരും. അതാണോ നിനക്ക് വേണ്ടത്? പറയൂ, അവസാനിപ്പിക്കട്ടെ എല്ലാം. മണിയും മസിൽ പവറും പൊളിറ്റിക്സും ചില പോലീസ് മേലാളന്മാരും അവിശുദ്ധമായി കൈകോർത്ത് നിൽക്കുന്ന ഈ നാട്ടിൽ ഇനിയും ജനിക്കാത്ത തലമുറയെ കൂടി നശിപ്പിക്കാമെന്ന അസ്ത്രവും പേറി നടക്കുന്ന ചില വമ്പൻ റാക്കറ്റുകൾക്കെതിരെ ഒറ്റപ്പെട്ട ചില അന്വേഷണ പ്രശ്നങ്ങളല്ലാതെ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. സത്യം നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഈ ലോകത്ത് സമൂഹത്തിന്റെ നന്മയ്ക്ക് മാത്രമായി സേവനം ചെയ്യുന്നവൻ മാനസികമായി തകർന്നാൽ അവശേഷിക്കുന്ന നന്മയുടെ കണികകൾ കൂടി ഇല്ലാതാവും. നമ്മൾ രണ്ട് ചേരികളിൽ നിന്നാലും ഭീകരതയുടെ ദുരന്ത ഫലം ഒന്നാണ്. ശത്രു ആരെ എന്നറിയാതെ യുദ്ധം പ്രഖ്യാപിക്കരുത്. ഞാൻ ചെയ്യുന്നതും നിനക്ക് ചെയ്യാൻ കഴിയാവുന്നതുമായ കാര്യങ്ങൾ ഒന്നിച്ചാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നങ്ങൾ. പുറം തിരിഞ്ഞു നോക്കാനുള്ള സമയമല്ലത്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. മിസ്സസ് മാർട്ടിന്റെ സത്യസന്ധമായ മൊഴിക്ക് മാത്രമേ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവൂ. അവർ സുരക്ഷിതരായിരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മറ്റാരെക്കാളും കൂടുതൽ ഇന്ന് നിനക്കാണ്. അധികാരത്തിന്റെ തൊപ്പി തലയിലില്ലാത്ത ഒരു സാധാരണ പൗരനായി ജനിച്ച നാടിനു വേണ്ടി എന്തെങ്കിലും നേടാനുള്ള ഒരു അവസരമായി നീ ഇതിനെ കാണണം. എന്നോടൊപ്പം വരൂ.